Namaste viewers, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ക്രൂഡ് ഓയിൽ ആൻഡ് ഓപ്ഷൻ നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് ലൈവായിട്ട് കാണണം എങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്. കോൺടാക്ട് ചെയ്യുക. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ മാർക്കറ്റ് റേറ്റ് 6448 നിൽക്കുവാണ്. നമുക്ക് ഈ റെഡ് ഡൗൺ ആരോ കാണിക്കുന്നില്ല, അത് സെല് ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ്. റെഡ് ഡൗൺ ആരോ സെൽ സിഗ്നൽ, ഗ്രീൻ കളറിൽ അപ്പ് ആരോ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ്. സോഫ്റ്റ് നമുക്ക് സിഗ്നൽസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടാണ് കാണിച്ചു തരുന്നത്. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും, സൗണ്ടും കേൾക്കാൻ പറ്റും. സെയിം ഡീറ്റെയിൽസ് ഏറ്റവും മേഖലത്തെ ഡാഷ്ബോർഡിനകത്ത് എഴുതി വരുന്നുണ്ട്. സെല്ലറ്റ് 6495 സെല്ല് വന്ന് ടൈമും ഡേറ്റും എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 52 പോയിന്റ് ഇറങ്ങി നിൽക്കുവാണ്. സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സിഗ്നൽ വരുമ്പോൾ ഉടനെ കയറി നമ്മൾ ട്രേഡുകൾ ഈ വരുന്ന ട്രേഡ് കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്ത് ശേഷം എടുത്ത് വെച്ചാൽ മതി. ആ കൺഫർമേഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന സിഗ്നൽ അനുസരിച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽ സിഗ്നൽ അവിടെ വന്ന് അപ്പോൾ ആരോ വന്ന ശേഷം അതിൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുന്നത് താഴത്തത് പ്രൈസ് സെൽസ് ഒന്ന് എഴുതി കാണിക്കണം. അതുപോലെ സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ബാറിലെ ഓരോ ക്യാൻഡിലുമാണ് ഓരോ ബാർ ഫോം ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴത്തെ ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാർ എന്തായിരിക്കണം? ഗ്രീൻ കളറിലോട്ട് വരണം. അപ്പോൾ നമുക്ക് ഇവിടെ റെഡിലോട്ട് വരണം. സെല്ലാണെങ്കിൽ താഴത്തെ ബാർ റെഡിലോട്ട് വരണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ടൈമിൽ അത് റെഡ് അല്ലായിരുന്നു, നോ പ്രോബ്ലം. അതുപോലെ തന്നെ സിഗ്നൽ വന്നിട്ട് മാർക്കറ്റ് ഇറങ്ങിയിട്ടില്ല, കയറുകയാണ് ചെയ്തത്. നമുക്ക് കൺഫർമേഷൻ വന്ന ലെവൽ ഇവിടെയാണ്. ഈ ഒരു ക്യാൻഡിലാണ് കൺഫർമേഷൻ വന്നത്. അവിടെ നമ്മൾ എൻട്രി എടുക്കാവുന്നേ ഉള്ളൂ. അവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന ലെവലിൽ ഒരു ഫോർ എക്സാമ്പിൾ 6481 നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 40, അത്രയും മാർക്കറ്റ് നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതായത് നമുക്ക് സിഗ്നൽ ആരോ വരുമ്പോൾ ഇതിനകത്ത് കൺഫർമേഷൻ പാർട്ടുണ്ട്. ആ 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കുക. ചില സമയത്ത് താഴത്തെ ബാർ കൺഫേം ആയില്ല. കൺഫേം ആകാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഒന്നുകിൽ സൈഡ് വേയിട്ട് ഇൻഡിക്കേഷൻ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് കൺഫർമേഷൻ ആകാത്തത്. നമുക്കിവിടെ ഒരു സൈഡ് ഇൻഡിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്, കളർ ചേഞ്ചസ് ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ആ കൺഫർമേഷൻ കിട്ടിയ ശേഷമാണ് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ കൺഫർമേഷൻ കിട്ടുന്ന 1, 2, 3, 4 ക്യാൻഡിലിന് ശേഷമാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റേറ്റ് നമ്മൾ എൻട്രി പോയിന്റായിട്ട് ഡിഫറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്, ടാർഗറ്റെല്ലാം അച്ചീവ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലൂ സ്റ്റാർസ് ഇല്ല, സപ്പോർട്ട് ലെവലാണ്. സപ്പോർട്ടിനെ ബ്രേക്ക് ആണെങ്കിൽ ഒന്നുകൂടെ മാർക്കറ്റ് ഡൗണിലോട്ട് തന്നെ പോകും. അല്ലെങ്കിൽ റിവേഴ്സ് പോകുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ബൈ സിഗ്നൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഇതുപോലെ ഇപ്പം നമുക്ക് സിഗ്നൽ സെല്ല് കൺഫേം ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്കിൻ്റെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ലേൺ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി, സിമ്പിളായിട്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി. 80-90% നമുക്ക് കൺഫേം ആക്രോസി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. And thank you for watching the video.